എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ളിലൊരു തരം ശൂന്യത, ഒരു എംപ്റ്റിനെസ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവരുടെ കയ്യടികൾക്ക് വേണ്ടി ഓടി ഓടി അവസാനം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഹേയ്, ഇത് ഞാൻ തന്നെ ആണോ എന്ന സ്വയം ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈയൊരു ചിന്ത നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഇതൊരു വെറും ഉപദേശമല്ല കേട്ടോ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഓരോ ദിവസവും നമുക്ക് തന്നെ കൊടുക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒഴുക്കിലങ്ങ് പെട്ടുപോകുമ്പോൾ നമ്മുടെ സ്വന്തം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വലിയൊരു ട്രാജഡി വേറെയില്ല. അപ്പോ എന്താണ് ഈ നിയോൺ ആൾക്കൂട്ടം? അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെയും ഇഷ്ടങ്ങളുടെയും പുറമേ കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല കളറൊക്കെയുള്ള ഒരു ലോകാണ്. എപ്പോഴും ഇങ്ങനെ തിളങ്ങി നിൽക്കും. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെ അത് മുഴുവനായും മറച്ചുപിടിക്കും. അവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കല്ല, അവരുടെ നിയമങ്ങൾക്കാണ് വില. ഈയൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എല്ലാവരും അവരവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ഭയങ്കര സ്പീഡിൽ ഓടുന്നു. ആ തിരക്കിനിടയിൽ ആർക്കും കാണാൻ പറ്റാത്തൊരു ഇൻവിസിബിൾ രൂപം മാത്രമായി നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ആരും കാണുന്നില്ല. ചുറ്റുമുള്ള ലോകം ഒരു ചിട്ടയില്ലാതെ കറങ്ങുമ്പോൾ സ്വന്തം ഓർബിറ്റിൽ കറങ്ങാൻ മറന്നുപോയ ഒരു ഗ്രഹത്തെ പോലെ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുന്നു. അപ്പോ ഈയൊരു ഒറ്റപ്പെടലിൽ നിന്നും ഈ കൺഫ്യൂഷനിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളൊരു എളുപ്പവഴി കണ്ടെത്തും. അതാണ് മുഖംമൂടി. സമൂഹം എന്ത് കാണാനാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളങ്ങ് ആയിക്കൊടുക്കും. സന്തോഷമില്ലെങ്കിലും ചിരിക്കുന്ന, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കേ എന്ന് തലയാട്ടുന്ന ഒരു നിനസ്തേഹറിമുഖം. ഈയൊരു താരതമ്യം കണ്ടോ? ഒരു വശത്ത് ശരിക്കും നിങ്ങളായ നിങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ ആ നേർത്ത ശബ്ദം. മറുവശത്തോ മറ്റുള്ളവരുടെ പ്രതീക്ഷകളും ആൾക്കൂട്ടത്തിന്റെ ചെവി തുളയ്ക്കുന്ന ബഹളവും മാത്രം. ഈ രണ്ടിന്റെയും ഇടയിൽപ്പെട്ട് ഞെരിയുമ്പോ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നില്ലേ? ഒരു നിമിഷം വേറൊന്നും ആലോചിക്കാതെ സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചേ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങളുടെ ഓരോ സെക്കൻഡും, നിങ്ങളുടെ എനർജിയും നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാ ചെലവഴിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ നിങ്ങൾക്ക് വേണ്ടിയാണോ, അതോ ഈ ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അണിഞ്ഞ മുഖമൂമിക്ക് വേണ്ടിയാണോ? ഇങ്ങനെ മുഖമൂടി വെച്ച് ജീവിച്ച് പതിയെ ഉള്ളിലൊരുതരം അസ്വസ്ഥത വരാൻ തുടങ്ങും. അതൊരു സാധാരണ വിഷമമൊന്നുമല്ലാട്ടോ. അതിനേക്കാളൊക്കെ എത്രയോ ഡീപ്പായിട്ടുള്ള, ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു വേദനയാണത്. എന്തോ ഒന്ന്, വിലപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നല്. അതെ, ആ വേദനയുടെ പേരാണ് ശൂന്യത. ഇത് പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല. വർഷങ്ങളായി നിങ്ങൾ കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന, അവഗണിച്ചുകളഞ്ഞ നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ ഒരു സഹായത്തിനായുള്ള വിളിയാണത്. നിങ്ങളുടെ ഉള്ള് നിങ്ങളോട് തന്നെ, നീ എവിടെയാണ്, എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നു എന്ന് പതിയെ മന്ത്രിക്കുന്നതുപോലെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ശബ്ദത്തെ ഇനിയെങ്കിലും അവഗണിക്കരുത്. ഈ പുറത്തുള്ള ബഹളമൊക്കെയൊന്ന് മാറ്റിവെച്ച് ഉള്ളിൽ നിന്ന് വരുന്ന ആ നേർത്ത ശബ്ദത്തിനു വേണ്ടിയൊന്ന് കാതോർക്കണം. കാരണം അതാണ് നിങ്ങളിലേക്ക് തിരികെയുള്ള വഴി കാണിച്ചുതരുന്ന ഒരേയൊരു ഗൈഡ്. പക്ഷെ നമ്മൾ സാധാരണയായി എന്താ ചെയ്യാറ്? ഉള്ളിലെ ഈ ശൂന്യത മാറ്റാൻ നമ്മൾ പരിഹാരം തേടി പുറത്തേക്കോടും. പുതിയ ജോലി, കുറച്ചുകൂടി പണം, പുതിയ റിലേഷൻഷിപ്സ്, അങ്ങനെ പലതിലും നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. ഇത് ശരിക്കും കിണത്തിൽ പോയ സൂചി ആകാശത്ത് തപ്പുന്ന പോലെയല്ലേ? സൊസൈറ്റി എന്താണോ സക്സസ് എന്ന് പറയുന്നത്, അതിന് പിന്നാലെ നമ്മളൊരു ഓട്ടമാണ്. മറ്റുള്ളവരുടെ ലൈക്കുകൾക്കും കയ്യടികൾക്കും വേണ്ടി ജീവിക്കാൻ തുടങ്ങും. യാത്രകൾ, പാർട്ടികൾ, ഇതുകൊണ്ടൊക്കെ ആ ശൂന്യതയെ നമ്മൾ തൽക്കാലത്തേക്കൊന്ന് മറയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും ഉള്ളിലെ മുറിവുണക്കില്ല, അല്ലേ? ഇതൊരു വലിയ സത്യമാണ്. പ്രശ്നം ഉള്ളിലായിരിക്കുമ്പോൾ നിങ്ങൾ എത്ര കാലം പുറത്ത് സൊല്യൂഷൻ തിരയുന്നോ അത്രയും കാലം നിങ്ങളിങ്ങനെ ലക്ഷ്യമില്ലാതെ അലഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോന്നും നേടുമ്പോൾ കുറച്ചു നേരത്തേക്കൊരു സന്തോഷം കിട്ടിയെന്നിരിക്കും. പക്ഷേ അധികം വൈകാതെ ആ പഴയ ശൂന്യത നിങ്ങളെ വീണ്ടും പിടികൂടും. കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്നത് തെറ്റായ ദിശയിലാണ്. അപ്പൊ പിന്നെന്താ ശരിയായ വഴി? വളരെ സിമ്പിളാണ്. നമ്മുടെ കാഴ്ചപ്പാടൊന്നു മാറ്റുക. ഉത്തരം പുറത്തുള്ള ആൾക്കൂട്ടത്തിലല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ചത്തിലാണ്. പുറത്തേക്കുള്ള ഓട്ടം നിർത്തി ഉള്ളിലേക്കൊരു യാത്ര തുടങ്ങുക. നിങ്ങൾ എപ്പോഴാണോ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നത്, ആ നിമിഷം ഒരു മാജിക് പോലെ ഈ പുറത്തുള്ള ബഹളമെല്ലാം പതിയെ മാഞ്ഞുപോകാൻ തുടങ്ങും. തലയ്ക്കകത്താകെ അലങ്കോലമായി കിടന്ന ചിന്തകളെല്ലാം ഒരു ഓർഡറിൽ വരും. എല്ലാം ശാന്തമാകും. അപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി തെളിയുന്നത്. ആ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്നത് ലോകത്തെ കാണിക്കാൻ വേണ്ടി വെച്ച ആ മുഖമൂടിയായിരിക്കില്ല. പകരം ഒരു മായവും കലരാത്ത, നല്ല തിളക്കമുള്ള, സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെയായിരിക്കും. നിങ്ങൾ ശരിക്കും ആരായിരുന്നു,
എന്തായിരുന്നു എന്ന് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ആ സത്യത്തിന്റെ കണ്ണാടിയാണത്. അപ്പോ ഈ യാത്ര എങ്ങനെ തുടങ്ങും? 3 സിമ്പിൾ സ്റ്റെപ്പുകൾ. ഒന്നാമത്തത്, പുറത്തേക്കുള്ള ഈ ഭ്രാന്തമായ ഓട്ടമങ്ങ് നിർത്തുക. രണ്ടാമത്തത്, ധൈര്യമായിട്ട് ആ കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുക. മൂന്നാമത്തത്, ഒന്നും മിണ്ടാതെ നിങ്ങളുടെ ഉള്ളു പറയുന്നത് എന്താണെന്ന് കേൾക്കുക. അങ്ങനെ നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്കു വേണ്ടി ഉണ്ടാക്കിയ ആ മുഖമൂടിയില്ലേ, അതങ്ങ് സൗമ്യമായി ഉരുമാറ്റുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം മുഖത്തെ, നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ സ്നേഹത്തോടെ തിരിച്ചറിയുക. ഈയൊരു ചിന്ത ഇവിടെ നിർത്തുമ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുന്നു. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ആ സത്യത്തിന്റെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നാൽ ഇത്രയും കാലം നിങ്ങൾക്കായി കാത്തിരുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ഞാൻ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ വാക്കെന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഉത്തരത്തിനു വേണ്ടി കാതോർക്കൂ.